ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. അവനെ ഒരു കുടുംബജീവൻ നയിക്കുക, മര്യാദയ്ക്ക് ഭാര്യ മക്കളായിട്ട് കഴിയുക. അതിൻ്റെ ഇടയ്ക്കാ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങളുണ്ട്. അത് നല്ലോണം ഓടുന്നുണ്ടല്ലോ സത്യേ, പക്ഷെ എന്റെ പ്ലെയിൻ അനങ്ങുന്നേ ഇല്ല. അമ്മേ, എന്റെ പ്ലെയിൻ ഓടുന്നില്ല, വീലൊന്നും കറങ്ങുന്നേ ഇല്ല. കാണിച്ച് നോക്കട്ടെ. ആ ശരിയാണല്ലോ, ഇതിന്റെ ചക്രമൊക്കെ സ്റ്റക്കാ. പിന്നെങ്ങനെ കറങ്ങാനാ? അപ്പൊ സത്യയുടെ പ്ലെയിൻ നല്ലോണം ഓടുന്നുണ്ടല്ലോ. സത്യമ്മ ഇവിടെയും വേർതിരിവ് കാണിച്ചിരിക്കുക. എന്റെ മോൾക്ക് വില കുറഞ്ഞതും ഓടാത്തതുമായ പ്ലെയിൻ വാങ്ങിച്ചു. സത്യക്ക് വില കൂടിയതും ഓടുന്നതുമായ പ്ലെയിൻ വാങ്ങിച്ചു. എന്തിനാ ഇങ്ങനെ ദ്രോഹം കാണിക്കുന്നേ? നോക്കമ്മേ, സത്യയുടെ പ്ലെയിൻ ഓടുന്നുണ്ട്. അതെ, വില കുറഞ്ഞതും ഓടാത്തതുമായ ഈ പഴയ കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട. അല്ലെങ്കിലേ വൈകിട്ട് അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നിട്ട് നമുക്ക് നല്ലത് വാങ്ങിക്കാം. ഇത് നമുക്ക് വേണ്ട. പപ്പി, അത് ഓടുന്നില്ലെങ്കിൽ സാരമില്ല, ബാ നമുക്ക് ഇത് ഓടിച്ച് കളിക്കാം. ഇല്ല, പപ്പി വരുന്നില്ല. എന്റെ മോള് നാണം കെട്ട് ആരുടെ കൂടെയും കളിക്കണ്ട. വാ പപ്പി. പപ്പി വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സത്യ പോയി കളിച്ചോ. ആ നിക്ക്. ദേ ഈ 2 ചോക്ലേറ്റും നീ കൊണ്ടുവയ്ക്കോ. ആ ദാ ഇതും പിടിക്ക്. പൊയ്ക്കോ. എനിക്ക് ചോക്ലേറ്റ് വേണം. മോക്ക് അമ്മ വേറെ വാങ്ങിച്ചു തരാം. സത്യോട് പൊക്കോളാനല്ലേ പറഞ്ഞേ? പൊയ്ക്കോ. എന്താ നോക്കി നിൽക്കുന്നേ? പൊയ്ക്കോ. അമ്മ, എനിക്ക് ചോക്ലേറ്റ് വേണം അമ്മ. വാശി പിടിച്ച നല്ല അടി തരും കേട്ടോ. രാഘവേട്ടനോട് അനുവാദം ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു. രാഘവേട്ടൻ അറിഞ്ഞ എതിർക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോ എന്തോ കുഴപ്പം പിടിച്ച പണിയാ ഒപ്പിച്ചോണ്ട് വന്നേക്കുന്നതല്ലേ? എന്തായാലും ഞാൻ ഇനി പണ്ടത്തെ പോലെ മണ്ടത്തിലൊന്നും കാണിക്കില്ല, സൂക്ഷിച്ചേ മുന്നോട്ട് പോകും. കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ബാങ്കിൽ നിന്നൊരു ലോൺ ശരിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പഴയ ചിട്ടിപ്പരിപാടി തുടങ്ങാൻ പോവാ. കാര്യങ്ങൾ ഒന്നേന്ന് തുടങ്ങണം. 1 കൊടുത്ത് 10 ആക്കുന്ന പണം പെരുപ്പിക്കുന്ന ആ ലോകത്തേക്ക് നമ്മൾ തിരിച്ചു വരിക. സത്യഭാമയുടെ ഒരു 2ാം വരവ്. പണം കൊടുത്തിട്ട് തിരിച്ചു തരാത്തവരുടെ മുന്നിലേക്ക് വിഷ്ണുവിനെ പറഞ്ഞുവിട്ട് അടിച്ചു കാശ് വാങ്ങുന്ന നമ്മുടെ പഴയ തട്ടകത്തിലേക്ക് സത്യഭാമയും മകൻ വിഷ്ണുവും കൂടി വലത് കാല് വെച്ച് കയറുന്നു. രാഘവേട്ട, നമുക്ക് അന്തസ്സായി ജീവിക്കണം, എല്ലാം തിരിച്ചു പിടിക്കണം. അതിനൊരുങ്ങിറങ്ങിയാലേ പറ്റൂ.
വിഷ്ണുവിനെ ഒരുക്കി ഇറക്കിയാലേ പറ്റൂ. സംഭവം എല്ലാം കൊള്ളാം. നീതി വിജയിക്കുകയും ചെയ്യും, കണക്കില്ലാതെ പണം കൈ വന്ന് ചേരുകയും ചെയ്യും. പക്ഷെ ഭാമേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അന്നത്തെ വിഷ്ണു അല്ല ഇന്നത്തെ വിഷ്ണു. അവനിന്ന് പല പരിമിതികളും ഉണ്ട്. എന്നുവെച്ച് എന്റെ മകനല്ലാതാവുന്നില്ലല്ലോ. എന്റെ അനുസരണയുടെ ചട്ടക്കൂടിൽ നിന്നും അവൻ അകന്നു പോയിട്ടൊന്നും ഇല്ലല്ലോ. രാഘവേട്ട, എന്റെ മകൻ എന്റെ കൂടെ നിൽക്കും. എന്റെ ആജ്ഞകൾ അനുസരിച്ച് എന്റെ മുന്നിൽ തന്നെ നിൽക്കും. അത് നിന്റെ തോന്നൽ മാത്രമാ ഭാമേ. മകനിലുള്ള അമിത വിശ്വാസം. ഒരിക്കൽ നിന്റെ ഇടതും വലതും മുന്നിലും പിന്നിലും നിന്നേ നിനക്ക് സംരക്ഷണം തരുന്ന നിന്റെ മകനെ ഇന്നൊരു ഭർത്താവാ. അവനൊരു കുടുംബമുണ്ട്. അവനിനി നിന്റെ അടികൂടുന്ന പണിക്ക് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്, വിഷ്ണുവോട്ട് ആലോചിക്ക്. പിന്നെ മറ്റൊന്നും കൂടെ ഉണ്ട്. ഇന്നേ അവന്റെ ഭാര്യ പഴയ തട്ടുകട ശാലിനി അല്ല, ഇവിടുത്തെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാ. ആലോചിക്ക്, എന്നിട്ട് സ്വപ്നം കാണും. ഇല്ലെങ്കിലേ ദുഃഖിക്കേണ്ടി വരും. നീ മാത്രമല്ല, നമ്മളെല്ലാവരും. ഗുണ്ടാപ്പരുമായിട്ട് വന്നേക്കുന്നു. ദേ, ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ആ, അവനെ ഒരു കുടുംബ ജീവിതം നയിക്കുക, മര്യാദയ്ക്ക് ഭാര്യ മക്കളായിട്ട് കഴിയുക. അതിൻ്റെ ഇടയ്ക്കാ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങളുണ്ട്. ആശമായിട്ട് ഒരുപാട് നേരമായോ? എന്നാ വിളിക്കാൻ പാടില്ലായിരുന്നോ? ഇല്ലടാ, വന്നേ ഉള്ളൂ. ചുമ്മാ ഇറങ്ങിയതാ? നിന്നെ കണ്ടിട്ടേ ഒരു നന്ദി പറയാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. നിന്റെ ലവ് ലെറ്റർ പരിപാടി ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ട് ഏറ്റു. ഞാൻ പറഞ്ഞില്ലേ ആശാനെ, ഈ പ്രണയം എന്ന് പറയുന്നതേ ഭയങ്കര വലിയൊരു സംഭവം. അത് കറക്റ്റ് ചേർക്കേണ്ട അളവിൽ ചേർത്ത് അങ്ങോട്ട് കൊടുത്താണ്ടല്ലോ പിന്നെ ഒരു ശക്തി അതിനെ വേർപെടുത്താനാവില്ല ആശാനെ. അതാണ്. ഞാനിപ്പോ അത് അനുഭവിക്ക. അല്ല, എനിക്കൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലെന്ന് പറയായിരുന്നു. അല്ല, നിന്റെ ആ കത്തില്ലേ, നീ ആ ജയശ്രീക്ക് കൊടുത്ത കത്തേ, അതിന് മറുപടി കിട്ടിയായിരുന്നു? അത് പറയാം. ഏട്ടത്തമ്മി കൊടുത്ത കത്തിന്റെ കാര്യം എന്തായി? കൊടുത്തപ്പോ തന്നെ മറുപടി കിട്ടിയില്ലേ? പിന്നെ ആ സെക്കൻഡിൽ തന്നെ കിട്ടി. ദേ വായിച്ചോക്ക്, ആ കത്തോട് കിട്ടിയ മറുപടിയാ. ഇംഗ്ലീഷാ? അപ്പൊ ആശ വായിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ മറുപടി വന്നേ? ഞാൻ ഒരൊറ്റ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇതെന്റെ കയ്യിൽ കിട്ടിയപ്പോഴേ എന്റെ പണി അങ്ങോട്ട് പോയി, മനസ്സിലായേ? അതാണ് ഞാൻ നിന്നെ വന്ന് അങ്ങോട്ട് കാണിച്ചതേ. അതെന്തിനാ ആശാനെ എന്നെ കൊണ്ടുവന്ന് കാണിച്ചത്? എന്റെ പണിയും കൂടെ കളയാനാ? എന്റെ പണി പോയ സ്വാഭാവികമായിട്ട് നിന്റെ പണിയും പോവില്ലോ. ഹാ, ഇങ്ങോട്ട് എത്ര എടാ, രാമേട്ട 2 മാസം ലീവ് വേണ്ടിട്ട് പണ്ടാരം അങ്ങ് വന്നു. അതാ